പുതുവർഷമായി ഹായ് പുതുശോഭയെത്തി പാവനാത്മാവിനോടൊപ്പം പുതുതായി തുടങ്ങിടാം സർവം. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, റോമാലേഖനം 14 അധ്യായം 1 വാക്യം, വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവനെ സ്വീകരിക്കുവിൻ, അത് അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് തർക്കിക്കാനാകരുത്. വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവനെ, നമ്മുടെ കൂടെ ചേർന്ന് പോകാത്തവനെയും മനസ്സ് തുറന്ന് സ്വീകരിക്കണം. മിശിഹായുടെ വഴി ഇതല്ലാതെ മറ്റൊന്നുമല്ല. വിശ്വാസത്തിൽ നമ്മുടെ കൂടെ ചേരാത്തവനെയും സ്വീകരിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ തുറവിയാണ് അവൻ്റെ അവിശ്വാസത്തിൻ്റെ വായടപ്പിക്കേണ്ടത്, നമ്മുടെ വാഗ്ബലമല്ല. അത് അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് തർക്കിക്കാനാവരുത്. ഈ ഒരു ഒറ്റ വചനം മതി ഭൂമിയിലെ അസമാധാനങ്ങൾ മാറാൻ. വിശ്വാസത്തിൽ നിന്നോളം ഉറപ്പില്ലാത്ത, നിന്നോളം കരുത്തില്ലാത്ത, നിന്നോളം ആഴപ്പെട്ട വിശ്വാസമില്ലാത്തവനെയും നല്ല മനസ്സോടെ സ്വീകരിക്കണം. അവനെയും കൂടിയിരുത്തണം, അവനെയും വളർത്തണം. അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് തർക്കിക്കാനാവരുത്. അവനെ കൂടെ ഇരുത്തി ഒരേപോലെ ആഹാരവും കൊടുത്ത് ചായയും കൊടുത്തിട്ട് പിന്നെ അവൻ്റെ ചെവി അടയുന്നത് പോലെ അവനോട് സംസാരിച്ച് അവൻ ഇരുത്തിക്കളയരുത്. വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവനെ നിന്റെ ഹൃദയത്തിൻ്റെ സ്നേഹം കൊണ്ട് നേടണം. അങ്ങനെ നേടിയാൽ ഈ ലോകം എന്താകും? അതിൻ്റെ ഉത്തരം കണ്ടെത്തുമ്പം നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആമേൻ, ആമേൻ, ആമേൻ.